നമസ്കാരം. ഏവരും കാത്തിരിക്കുന്നതായ ഒരു ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല. മാർച്ച് 13, അതായത് നാളെയാണ് ആറ്റുകാൽ പൊങ്കാല. ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കുവാൻ സാധിക്കുന്നത് പോലും ദേവിയുടെ അനുഗ്രഹത്താൽ മാത്രമാണ്. എന്നാൽ ഇന്നേ ദിവസം ചില തെറ്റുകൾ നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. അത് പൊങ്കാല അർപ്പിക്കുന്നവരോ അർപ്പിക്കാത്തവരോ ആണ് എങ്കിലും നാളെ ഈ തെറ്റുകൾ നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. അത് ശുഭകരമായിരിക്കില്ല എന്നതാണ് വാസ്തവം. ആ തെറ്റുകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം ആറ്റുകാലമ്മയെ മനസ്സിൽ സ്മരിക്കുക, ആറ്റുകാലമ്മയെ വന്ദിക്കുക, ആറ്റുകാലമ്മയെ ശരണം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. നാളെ വീടുകളിൽ ചെയ്യുവാൻ പാടില്ലാത്തതായ തെറ്റുകളിൽ പ്രധാനപ്പെട്ടതായി പറയുന്നത് വൈകി ഉണരരുത് എന്ന കാര്യമാണ്. അതിരാവിലെ തന്നെ ഉണരുന്നതാണ് ഏറ്റവും ശുഭം. പ്രത്യേകിച്ചും ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുവാൻ സാധിക്കുന്നത് ഇരട്ടി ഫലദായകം തന്നെയാണ്. നാളെ ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ നിങ്ങൾ ഏവരും ഉണരുക. ഇനി അഥവാ സാധിച്ചില്ല എങ്കിൽ സൂര്യോദയത്തിന് മുൻപായെങ്കിലും ഏവരും ഉണരേണ്ടത് അനിവാര്യമാണ്. തീർച്ചയായും നാളെ ഈ കാര്യത്തിന് അത്രമേൽ പ്രാധാന്യം നിങ്ങൾ നൽകണം. രാവിലെ കഴിവതും 6 മണിക്ക് മുൻപായി തന്നെ കുളിക്കേണ്ടത് അനിവാര്യമാണ്. 6 മണിക്ക് മുൻപ് തന്നെ കുളിച്ച് ശുഭവസ്ത്രങ്ങൾ അണിയുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഉയർച്ച വന്ന് ചേരുന്നതിന് സഹായകരമാകാം. നിങ്ങൾ വ്രതമെടുക്കുന്നവരോ വ്രതമെടുക്കാത്തവരോ പൊങ്കാല അർപ്പിക്കുന്നവരോ അർപ്പിക്കാത്തവരോ ആകാം. എന്നാൽ ഈ കാര്യത്തിന് പ്രാധാന്യം നൽകണം. അതിരാവിലെ ഉണർന്ന് കുളിക്കുക. അനാവശ്യമായ സംസാരങ്ങൾ ഇന്നേ ദിവസം പാടുള്ളതല്ല. പൂർണ്ണമായും നിങ്ങൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. അനാവശ്യമായ സംസാരം ഇല്ലാതെ ഇന്നേ ദിവസം പൂർണ്ണമായും ദേവിയെ ഭജിച്ച് മുന്നോട്ട് പോകേണ്ടതായ ദിവസമാണ്. ദേവി നാമങ്ങൾ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമാകുന്നു. കൂടാതെ ഇന്നേ ദിവസം കുളിച്ച് ശുദ്ധിയോടെ വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 5 തിരിയിട്ട ഭദ്രദീപം അല്ലെങ്കിൽ നെയ്വിളക്ക് തന്നെ നിങ്ങൾ തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്രകാരം ചെയ്യുന്നത് ഐശ്വര്യം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. രാവിലെ 6 മണിക്ക് മുൻപായി തന്നെ ഈ കാര്യം ചെയ്യുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു വ്യക്തിക്ക് പല കാരണങ്ങൾ കൊണ്ടും ദേഷ്യം വരാവുന്നതാണ്. എന്നാൽ ഇന്നേ ദിവസം പൂർണ്ണമായും ദേഷ്യം ഒഴിവാക്കേണ്ടതായ ദിവസമാണ്. പോസിറ്റീവ് ഊർജം നിറഞ്ഞു നിൽക്കുന്നതായ ഈ ദിവസം ദേഷ്യം വരിക എന്നത് ശുഭകരമല്ല. നിങ്ങളിൽ നെഗറ്റീവായ ഊർജം വർദ്ധിക്കാം. സഹായം ചോദിച്ച് വരുന്നവർ തീർച്ചയായും നിങ്ങൾ അവർക്ക് അർഹമായ സഹായം ചെയ്യേണ്ടത് അനിവാര്യമാണ്. നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതായ സഹായം അവർക്ക് തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഒരിക്കലും വെറും കൈയോടെ അവരെ പറഞ്ഞയക്കരുത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. സ്ത്രീകളുടെയും കുട്ടികളുടെയും മനസ്സ് നിങ്ങൾ വേദനിപ്പിക്കുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അതിനാൽ ഈ കാര്യത്തിനും പ്രാധാന്യം നൽകുക. മറ്റൊന്ന്, 2 നേരം വീടുകളിൽ വിളക്ക് വയ്ക്കാതിരിക്കരുത് എന്ന കാര്യമാണ്. 2 നേരവും നിർബന്ധമായും നിങ്ങൾ വിളക്ക് തെളിയിക്കേണ്ടതാണ്. ഇനി അഥവാ ജീവിത സാഹചര്യത്താൽ ഒട്ടും സാധിക്കാത്തതായ സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ 1 നേരമെങ്കിലും വിളക്ക് നിങ്ങൾ തീർച്ചയായും വീടുകളിൽ തെളിയിക്കേണ്ടത് അനിവാര്യമാണ്. കൂടാതെ ഏതൊരു സമയത്തും, അതായത് നാളത്തെ ദിവസം ദേവിയെ ഭജിച്ച് മുന്നോട്ട് പോകേണ്ടതായ സമയമാണ്. അതിനാൽ മറ്റ് തെറ്റായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് ദേവി ആരാധനയാൽ മുന്നോട്ട് പോകേണ്ടതായ ദിവസം തന്നെയാകുന്നു. ആ കാര്യത്തിനും പ്രാധാന്യം നൽകണം. നിറവയർ ആഹാരം കഴിക്കുവാൻ പാടുള്ളതല്ല. പൊങ്കാല ഇടുന്നവർ പൊങ്കാല അർപ്പിക്കുന്നവരാണ് എങ്കിൽ പൊങ്കാല തയ്യാറാകുന്നത് വരെ മറ്റ് സംസാരങ്ങൾ പാടുള്ളതല്ല. ഈ സമയം ദേവിയെ ഭജിച്ചുകൊണ്ട് തന്നെ, ദേവിയെ സ്മരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പൊങ്കാല തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ആഹാരം കഴിക്കരുത് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കണം. പൊങ്കാല തിളച്ചു വരുന്നത് വരെ തന്നെ
ഒന്നും കഴിക്കുവാൻ പാടുള്ളതല്ല. പണ്ട് കാലങ്ങളിൽ നേദിച്ച ശേഷമാണ് കഴിച്ചിരുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ ഇന്നത്തെ ഭക്തരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് നിവേദ്യം തയ്യാറായി കഴിഞ്ഞാൽ കരിക്കോ പാലോ പഴമോ കഴിച്ച് ഉപവാസം അവസാനിപ്പിക്കാവുന്നതാണ്. എന്നിട്ട് മറ്റ് പദാർത്ഥങ്ങളായ പ്രസാദൂട്ട് കഴിക്കാവുന്നതാണ്. എന്നാൽ ഇന്നേ ദിവസം ഒരിക്കലും മത്സ്യമോ മാംസമോ ലഹരിയോ ഉപയോഗിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഏവരും ഓർത്തിരിക്കേണ്ടതായ കാര്യമാകുന്നു. പൊങ്കാലയും ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് അന്നേ ദിവസം കുളിക്കരുത്. ദേവി ചൈതന്യം കുടിയിരിക്കുന്നതിനാൽ വ്രതാനുഷ്ഠാനം മതി. ആ കാര്യത്തിനും പ്രാധാന്യം നൽകുക. പൊങ്കാല പ്രസാദം മറ്റുള്ളവർക്കും പ്രസാദമായി നിങ്ങൾ നൽകുന്നത് ഏറ്റവും ശുഭകരമാണ്. അഴുക്കുചാലിലോ കുഴിയിൽ ഇടുകയോ വെട്ടിമൂടുകയോ ചെയ്യരുത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം. അത് ശുഭകരമല്ല, നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും. എന്നാൽ മീനുകൾക്ക് ആഹാരമായി നൽകുന്നതും പക്ഷിമൃഗാദികൾക്കും നൽകുന്നതും ഏറ്റവും ശുഭകരമാണ്. അല്പമെങ്കിലും ഇപ്രകാരം ചെയ്യുവാൻ ഏവരും ശ്രമിക്കുക. സാധിക്കുന്നവർ മാത്രം ചെയ്യുക. തീർച്ചയായും ഈ കാര്യത്തിനും പ്രാധാന്യം നൽകണം. കൂടാതെ ഇന്നേ ദിവസം ശുഭവസ്ത്രങ്ങൾ അണിയുവാൻ ശ്രമിക്കുക. പുതിയ വസ്ത്രങ്ങളാണ് എങ്കിൽ ഏറ്റവും ശുഭം. സാധിക്കാത്തവരാണ് എങ്കിൽ അലക്കിയ ശുഭവസ്ത്രങ്ങൾ ധരിച്ച് ഇന്നേ ദിവസം പൊങ്കാല അർപ്പിക്കേണ്ടതായിട്ടുണ്ട്. തെറ്റായ ഒരു ചിന്തകളും മനസ്സിലേക്ക് കടന്നു വരാൻ പാടുള്ളതല്ല. ദേവിയെ സ്മരിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പൊങ്കാല അർപ്പിക്കുക. നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള തെറ്റായ ചിന്തകളും മനസ്സിലേക്ക് കടന്നു വരില്ല, അല്ലെങ്കിൽ മറ്റ് ചിന്തകളിലേക്ക് കടക്കില്ല. നിങ്ങളുടെ ദുഃഖങ്ങളും വിഷമതകളും ദേവിയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുക തന്നെ ചെയ്യും. പൊങ്കാലയ്ക്ക് മുൻപുള്ള ഈ ഒരു ദിവസം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. ഇന്നേ ദിവസം വീടും പരിസരവും നിങ്ങൾ വൃത്തിയാക്കുക. അനാവശ്യമായ വസ്തുക്കൾ, ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭം. വീടും പരിസരവും വൃത്തിയാക്കുകയും വീട്ടിലെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ മൂലകളിലും മഞ്ഞൾ ജലം തളിക്കുന്നതും ശുഭകരമാണ്. നെഗറ്റീവായ ഊർജങ്ങളെ ഒഴിവാക്കുവാൻ സഹായകരമായി തീരും. മറ്റൊരു കാര്യം പ്രധാന വാതിലുമായി ബന്ധപ്പെട്ടാണ്. പ്രധാന വാതിൽ തുടച്ച് വൃത്തിയാക്കുക. പൊടിപടലങ്ങൾ ഇല്ലാതാക്കേണ്ടത് അനിവാര്യമാണ്. കൂടാതെ ഓം അല്ലെങ്കിൽ സ്വസ്തിക ചിഹ്നം പ്രധാന വാതിലിൽ വരയ്ക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന ലളിതമായ കാര്യങ്ങൾ തന്നെയാണ് ഇത്. മുഷിഞ്ഞ വസ്ത്രങ്ങൾ വീടുകളിൽ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. അതിനാൽ ഇന്ന് തന്നെ അത്തരം വസ്ത്രങ്ങൾ വൃത്തിയാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അലക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങൾ ഏവരും വീടുകളിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് പൂർണ്ണമായ ഫലം ജീവിതത്തിലേക്ക് വന്നു ചേരും.